പിന്നെ ഗണേശൻ 98 വയസ്സല്ലേ ചോദിച്ചത്. ഗണേശൻ ഒരു 125 വയസ്സ് വരെയൊക്കെ ജീവിക്കട്ടെ. കാര്യം ഈ ട്രാൻസ്പോർട്ട് ഇങ്ങനെയൊക്കെ പോകണ്ടേ നമ്മുടെ ഗതാഗത വകുപ്പൊക്കെ. അപ്പോൾ ഒരുപാട് കാലം ഇലക്ഷനൊക്കെ വരിക. അപ്പോൾ അത് ഞാൻ ഗണേശൻ ചെവി പറഞ്ഞു വാർദ്ധക്യം വരാതിരിക്കാനുള്ള കാരണം വെരി വെരി റൊമാൻറ്റിക്. പിന്നെ ആ കാര്യത്തിൽ ഇവർക്ക് ആർക്കും സംശയമില്ല ഗണേശാണ്. അത് സംശയമുള്ള പുറത്തുള്ളവരായിരിക്കും, ഇവർക്കൊന്നും സംശയമൊന്നുമില്ല. ഓക്കെ, എന്തായാലും സന്തോഷം. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു പുരസ്കാരം പോലെ ഞാനതിൽ കാണുന്നുള്ളൂ. അപ്പോൾ അജിത്ത് രവി എന്നോട് അസ്വസ്ഥയിലായിരിക്കും. കാര്യം ഞാൻ അജിത്തിൻ്റെ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കണമെന്നുള്ളൂ. ഞാൻ പിന്നീട് ഇവിടെ വെച്ചാൽ കണ്ട അജിത്തിന്. ഓക്കെ, വളരെ സന്തോഷം. നിങ്ങളുടെ ഈ പ്രോഗ്രാമൊക്കെ നന്നായി നടക്കട്ടെ. ആത്മയ്ക്ക് ഒരു ആത്മകർഷത്തോടെ പറയാൻ കുറച്ച് നല്ല ആളുകൾ ഇതിൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതും സന്തോഷം. അപ്പോൾ ദിനേശ് പണിക്കരെ പോലെയൊക്കെയുള്ള ഒരു കൃതകസ്ഥരായ നിർമ്മാതാക്കളും ഒക്കെ ഇതിനകത്തുള്ളത് സന്തോഷം. അപ്പോൾ അതൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റമാണ്. എല്ലാം കൊണ്ടും ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ശ്രീ ഗണേഷ് കുമാറിനും അദ്ദേഹത്തിൻ്റെ ഗതാഗത വകുപ്പ് ഇത്രയും നന്നായി പോകുന്നത് ആത്മയിലെ ഓരോ ആളിനും നിങ്ങൾ അറിയണം. ഈ വകുപ്പ് മോശമായിട്ട് ഈ തുക്കട വണ്ടി ഓടിച്ച് നാട്ടുകാരെ ബുദ്ധിമുട്ടിച്ച് ഈ വണ്ടി കേരളത്തിൽ ഓടിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ ഓരോ സ്ഥലത്തിരുമ്പോൾ നിങ്ങളുടെ പ്രസിഡന്റ് ആരാ? ഞങ്ങളുടെ പ്രസിഡന്റ് ഗണേഷ് കുമാർ. ഇങ്ങനെ അവർ കൈ കാണിച്ചില്ല. ഇപ്പം നിങ്ങൾക്ക് പറയാം, അഭിമാനത്തോടെ പറയാം, ഞങ്ങളുടെ പ്രസിഡന്റ് ഈ നാട്ടിലൂടെ വണ്ടികളൊക്കെ നന്നായിട്ട് ഓടിച്ച് ട്രാൻസ്പോർട്ട് ലാഭത്തിലായോ ഗണേഷ്? ലാഭത്തിലാക്കാതെ അത്ര എളുപ്പമല്ല കേട്ടോ അത്. പക്ഷേ ലാഭത്തിലാക്കാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതും ഒരു നിങ്ങളുടെയൊക്കെ സ്നേഹവും കരുത്തും വാത്സല്യവും ഒക്കെ തന്നെ ഗണേശന് ശക്തിയാണ് എന്നുകൂടി ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. നമ്മളിനിയും കാണും, ഒന്നുകിൽ സ്ക്രീനിൽ അല്ലെങ്കിൽ പുറത്ത്. താങ്ക് യു. Thank you, sir. Thank you so much.